പ്രഗ്നൻസിയുടെ സമയത്ത് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ. പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരുന്നത് ജെനറ്റിക് ആയിട്ട് വരുന്ന റീസൺ ആണ്. അല്ലെങ്കിൽ നമ്മൾ വയർ വലുതായിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ നമ്മുടെ നമ്മുടെ സ്കിന്നും മസിൽസും ഒക്കെ മുറിഞ്ഞ് മാറുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരുന്നത്. ഇത് വരാതിരിക്കാൻ ഓപ്ഷൻസ് ഒന്നുമില്ല, വരും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള റീസൺ എന്തൊക്കെയാണ്? നന്നായിട്ട് വയറിൽ എണ്ണ ഇട്ടാൽ മതി. അതല്ലെങ്കിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസേഴ്സ്, തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി വന്നതിൻ്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട് നമ്മൾ കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം റെറ്റിനോൾ കുറച്ച് അടങ്ങിയ സിറംസോ അതിൻ്റെ റെറ്റിനോളിൻ്റെ ക്രീമോ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എപ്പോൾ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് അത് നിർത്താതെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലാണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് സ്ട്രെച്ച് മാർക്സും ഒരിക്കലും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. മാറ്റിയെടുത്തു എന്ന് പറയുന്ന ആൾക്കാരുടെ സ്ട്രെച്ച് മാർക്കിൻ്റെ ഇൻറ്റൻസിറ്റിയും നമ്മുടെ ഇൻറ്റൻസിറ്റിയും തമ്മിൽ വ്യത്യാസം, കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ വ്യത്യാസമാണത്. അല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെച്ച് മാർക്സിൻ്റെ അപ്പിയറൻസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.